എനിക്കൊരു സിനിമേൻ്റെ ഷൂട്ടുണ്ട്, അപ്പം ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു ഇങ്ങനെ ഏത് സിനിമേൻ്റെയാണ്? അപ്പം ഇങ്ങനെ വാഴേൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം തന്നെ മിസ് പറഞ്ഞു, അയ്യോ എക്സാം ഒക്കെ പിന്നെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതാലോ, സിനിമ കിട്ടൂല, പൊക്കോ എക്സാം ഞങ്ങൾ പിന്നെ എഴുതിച്ചോളാം. ഞാൻ ഞെട്ടിപ്പോയി. യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു ആ സമയത്ത്. കുഴപ്പമില്ല, എഴുതണ്ട, ഷൂട്ടിന് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മറിമായത്തിലോട്ട് വരുന്നത് ആദ്യം ചെയ്യുന്നത് തട്ടിമുട്ടിയാണ്. അപ്പൊ തട്ടിമുട്ടിയിലോട്ട് എൻ്റെ ഒരു അങ്കിളാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു വഴി മറിമായത്തിലോട്ടേക്ക് എത്തി. സ്നേഹ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അങ്ങനെയാണ് ലേഡി ആർട്ടിസ്റ്റുകളൊക്കെ കൂടുതൽ വന്ന സമയം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാ. ഈ മറ്റേ വടക്കൻ സെൽഫിയിലെ അജി വർഗീസില്ലേ, അതേപോലെയാണ് എന്റെ ഫ്രണ്ട്സ്. മാസാടാ നീ മരണമാസാടാന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ. അമ്മ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വേറൊരു ടീച്ചറുടെ ഹോംവർക്ക് ഉണ്ടായിരുന്നു എഴുതാനായിട്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് മലയാള മാസങ്ങൾ എഴുതാൻ പറഞ്ഞിരുന്നു. കർക്കിടകത്തിന്റെ കമ്മും കൂടി എഴുതാണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മേനെ പഠിച്ചോണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മ, ലക്ഷ്മി ഒന്ന് വന്നേ, ഞാൻ എന്താ ടീച്ചർ ഇമാതിരി കാര്യങ്ങൾ ക്ലാസ്സിൽ മേലാല് ചെയ്യരുത്. ഹായ് ഹലോ നമസ്കാരം. വാഴ 2 ഒരു പുതിയ താരം കൂടി മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്, ലക്ഷ്മി ധന്യ സജു അല്ലെ? നമസ്കാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴ 2 ഒരു തരംഗം തന്നെ. നമ്മൾ ഫോണ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്ന സമയത്ത് വാഴ 2 മാത്രമേ കാണുന്നുള്ളൂല്ലോ. എന്താണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഹാപ്പിനെസിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഹാപ്പിനെസിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അതിലിങ്ങനെ മുങ്ങിക്കിടക്കാണ്. കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഫോൺ തുറക്കുമ്പോൾ ഇത് തന്നെ കാണുന്നു. പിന്നെ ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്യണു. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം മറ്റേ പ്രൊഫൈല് മറ്റേ ഗ്രീൻ കളർ. അപ്പൊ കുറെ ഇൻബോക്സ് മെസ്സേജസ് ഒക്കെ. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണ സമയത്ത് ചെറിയ ക്യാരക്ടറാണല്ലോ, അപ്പൊ അതെങ്ങനെയായിരിക്കും ഒരു റെസ്പോൺസ് ഉണ്ടാവുക അതൊന്നും എനിക്കൊട്ടും അറിയില്ലായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പിന്നെ അതിനകത്ത് വരുന്ന കമന്റ്സ്, അതുപോലെ അത് കഴിഞ്ഞ് ഇൻബോക്സിൽ വരുന്ന മെസ്സേജസ്, അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഓക്കെ, അപ്പൊ ആൾക്കാർക്കൊക്കെ കണക്റ്റ് ആയി, ആ ക്യാരക്ടർ ഇഷ്ടമായി. ഭയങ്കര ഒരു എന്താ പറയണ്ടേന്ന് അറിയാൻ പാടാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ വാഴ 2 ആദ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്നുണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ വാഴ 1 ഇറങ്ങിയ സമയത്ത്, നമ്മൾ വാഴ 2 ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ചിരുന്നു ഇതുപോലെ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ കാണിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവുകയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വിജയത്തെ കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? വാഴ 1 പോലെ തന്നെ വാഴ 2 ഇത്ര ഒരു വലിയ വിജയമായി തീരുമെന്ന് വിചാരിച്ചിരുന്നു? വാഴ 2 ഞാൻ ഇതിന്റെ ഷൂട്ടിന് വേണ്ടി പോണത് എൻ്റെ കോളേജിൽ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മിസ്സുമാരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു സിനിമേന്റെ ഷൂട്ടുണ്ട്, അപ്പൊ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു ഇങ്ങനെ ഏത് സിനിമേന്റെയാണ്? അപ്പൊ ഇങ്ങനെ വാഴേന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ തന്നെ മിസ് പറഞ്ഞു, അയ്യോ എക്സാം ഒക്കെ പിന്നെ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും എഴുതാലോ, ഇത് സിനിമ കിട്ടൂല, പൊക്കോ എക്സാം ഞങ്ങൾ പിന്നെ എഴുതിച്ചോളാം. ഞാൻ ഞെട്ടിപ്പോയി. യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു ആ സമയത്ത്. കുഴപ്പമില്ല, എഴുതണ്ട, ഷൂട്ടിന് പോയിക്കോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മിസ് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ടെൻഷനായിരുന്നു. ഇങ്ങനെ സിനിമ വരുമ്പോൾ ക്യാരക്ടർ എത്രത്തോളം ഉണ്ടാവും അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും ഇല്ല, ഞാനില്ല, അത്രയ്ക്ക് കുറച്ചുള്ളൂ, ശ്രദ്ധിച്ചിരുന്നാലേ എന്നെ കാണാൻ പറ്റുള്ളൂ, അത്രയും ചെറിയ റോളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എന്താണ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രതീക്ഷ. അപ്പം എനിക്ക് അവരുടെ റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും എല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് വാഴ 2 എന്നുള്ളത് ഉണ്ടായിരുന്നു. അല്ല ശരിക്കും അപ്പോൾ ഫ്രണ്ട്സൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സൊക്കെ സിനിമ കണ്ടിരുന്നു, അവരൊക്കെ സിനിമ കണ്ടിട്ട് അതായത് അവരുടെ മുൻപിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബാംഗങ്ങളുടെ ഒക്കെ മുന്നിലിരുന്ന് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സക്സസ്ഫുൾ ആവണം എന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന കുറേ ഫ്രണ്ട്സും ഒരു ഫ്രണ്ട് സർക്കിളും എനിക്കുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇമോഷണൽ, ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യം അത്. അപ്പോൾ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം ചെറിയൊരു ക്യാരക്ടറാണ് എന്നൊക്കെ അറിയാം. പക്ഷെ ഫസ്റ്റ് ഷോ തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും കസിൻസ് ആയാലും സിനിമ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഫോണിൽ കുറേ മെസ്സേജസ് ഇറക്കുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്, നിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നല്ലോ അത്, അങ്ങനെ നിന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞങ്ങൾ പ്രൗഡാണ്.
അത് എനിക്കറിയാം അത് അവർ അയക്കുന്നത് അത്രയും സിൻസിയർ ആയിട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് എനിക്ക് ആ ഒറ്റ വാക്ക് മതി, എനിക്കറിയാം അവരുടെ മനസ്സിൽ എന്താന്നുള്ളത്. അതെ, ശരിക്കും നമുക്കൊരു അംഗീകാരം കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ഒരു സ്നേഹം, അതെ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മൾ മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് ശരിക്കും അത് വലിയൊരു സപ്പോർട്ട് ശരിക്കും തന്നെയായിരിക്കും. ശരിക്കും ശരിക്കും എന്റെ ഡ്രീംസ് എന്നെക്കാട്ടിൽ നന്നായിട്ട് അറിയാവുന്ന എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നീ നീ എങ്ങനെയെങ്കിലും സിനിമ കയറി, എങ്ങനെയെങ്കിലും രക്ഷപ്പെട് അങ്ങനെ അങ്ങനെ പറഞ്ഞ് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഫ്രണ്ട്സ് ഉണ്ടല്ലേ. അപ്പൊ ആ ഒരു സീൻ ഉണ്ടല്ലോ, ആ സീനിനെ പറ്റി ഞാൻ ഇപ്പൊ പറയാം. അതായത് നമുക്ക് ആ തൂക്കി ചുവന്ന കരങ്ങളോടെ അല്ലെ, ആ പാട്ട് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. ആ പാട്ട് നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആ പാട്ട് കാണുമ്പോ തന്നെ നമുക്ക് ആ പണ്ട് നടന്ന് ഇതുപോലെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് relate ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അത് സത്യമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പൊ എന്റെ അമ്മ എന്റെ സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ മിക്കപ്പോഴും സ്റ്റാഫ് റൂമിലുണ്ടാവും. ഞാൻ ഇങ്ങനെ അനങ്ങിയാൽ തന്നെ അമ്മ അറിയൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇപ്പോഴും ഇല്ല, ബോയ് ഫ്രണ്ട് ഇല്ല. അല്ല, അപ്പൊ അതെന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? നമുക്ക് സ്കൂൾ ലൈഫ് ഇതേപോലെയുള്ള പലരും പല കഥകളൊക്കെ പറയുമ്പോ എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി എല്ലാവരും ഭയങ്കര കമ്പനി ഒക്കെ ആയിരുന്നു. ബോയ്സ് ആയിട്ടാണെങ്കിലും ഗേൾസ് ആയിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ബോയ് ഫ്രണ്ട് വേണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കമ്മിറ്റഡ് ആയാലൊന്നും എന്റെ അടുത്ത് പറയാറില്ല. കാരണം എനിക്ക് വലുത്ത ഞാൻ ചിലപ്പോ എടി അത് ശരിയാവില്ല കേട്ടോ, അവ ചേരുമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് കമ്മിറ്റഡ് ആയ എന്റെ അടുത്ത് പറയില്ല ഫ്രണ്ട്സ്. ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് അറിയുന്നത്. ഈ പടത്തില് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ പടത്തിൽ ഇപ്പൊ അവര് കമ്മിറ്റഡ് ആയ കാര്യമൊക്കെ അറിയാവുന്ന ഒരാള് എല്ലാരും കൊണ്ട് പിടിപ്പിച്ച ആളാണ്. ഹാഷിറിന്റെ കാര്യം ആകെ എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പക്ഷെ എന്റെ ജീവിതത്തിൽ നേരെ തിരിച്ചാ. ജീവിതത്തിൽ എനിക്ക് ഒരാളുടെ കാര്യം പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പോലും എനിക്ക് അറിയില്ല. അപ്പൊ നേരെ തിരിച്ചൊരു ക്യാരക്ടർ ആയിരുന്നു. അതിലൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ഹാഷിറിനാണ് ഈ ലക്ഷ്മിയുടെ ക്യാരക്ടർ കൊണ്ട് ഒരു ഗുണം ഉണ്ടായാലെന്ന് പറയുന്നത്. അത് ഹാഷിർ പറയട്ടെ, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നെ ഇഷ്ടമായിരുന്നു കുട്ടി. അത് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമന്റ് വന്നേക്കാട്ടോ, ഹാഷിറിന് ലൈൻ സെറ്റ് ആയതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുന്നു, ഭീഷണിയുടെ സ്വരമൊക്കെയാണ് വന്നത്. അല്ല, അപ്പൊ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റൊക്കെ? അല്ലെങ്കിൽ ശരിക്കും ഇപ്പൊ ഹാഷിറിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരൊരു ഗ്യാങ് ആണ്. അപ്പൊ മൊത്തം ബാക്കി ആരാധ്യൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഏഞ്ചൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സെറ്റൊക്കെ? എങ്ങനെ ശരിക്കും ഒരു സ്കൂൾ വൈബ് പോലെയൊക്കെ തന്നെയായിരുന്നു? ശരിക്കും സ്കൂൾ പോലെയായിരുന്നു. ഞാൻ ഏറ്റവും ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഇവരെ 4 പേരെയാണ്. 4 പേരെയും ഹാഷിർ, അലൻ, അജിൻ, വിനായക്, സാബിർ, ശബരി, ദേവരാജേട്ടൻ, ഇവരെയാണ് ഞാൻ ശരിക്കും ആദ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഓഡീഷന് ചെന്ന ദിവസം ഏകദേശം എനിക്ക് തോന്നുന്നു ഓഡീഷനൊക്കെ തലേ ദിവസം ഓഡീഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ വിളിച്ചിട്ട് എനിക്ക് ഓഡീഷൻ വന്നോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ വന്നോട്ടെ. അപ്പൊ പറഞ്ഞു ഇന്നിപ്പോ 4:30 അങ്ങനത്തെ ഓഡിഷൻ തീരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് എത്തൂല. ഞാൻ പറഞ്ഞു എനിക്ക് വന്നോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ഓഡീഷന് വന്നോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്നുള്ളതല്ല, എനിക്ക് എന്നെ ഷോക്കേസ് ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം എന്നും അത്രയാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ, കുറച്ച് ഇൻട്രോവേർട്ടായി. അത് ജാടയല്ല, എനിക്ക് എന്താ സംസാരിക്കണം എന്ന് അറിയാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഈ ആൻസൈറ്റി വന്നാൽ ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവും. അപ്പൊ അന്ന് ഓഡീഷൻ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഈ ആൻസൈറ്റി ആയിരുന്നു. വാഴ 2 എന്നുള്ളൊരു അങ്ങനെ ആൻസൈറ്റിലാണ് ചെന്നപ്പോ തന്നെ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ വർക്ക്ഷോപ്പ് അടക്കായിരുന്നു. ഹാഷിർ, അലൻ, അജിൻ, വിനായക്, ദേവരാജേട്ടൻ, പിന്നെ സാബർ, ശബരിയുടെ ഒക്കെ. അപ്പൊ ഞാൻ ചെന്നിട്ട് ഇവരെ കണ്ടപ്പോ തന്നെ ഹലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരും തിരിച്ച് ഹലോ. അപ്പൊ ഞാൻ കൊള്ളാലോ, ഭയങ്കര വൈബ് പോലെ തന്നെ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചു ചെയ്ത്. അങ്ങനെ ഞാൻ ചെന്നപ്പോ തന്നെ കൂടുതൽ ഇൻട്രൊഡക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ചെന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ ഓഡീഷൻ വന്ന. അപ്പൊ രാകേശ്വരനാണ് ഓഡീഷൻ നടത്തിയത്. അപ്പൊ പുള്ളി പേര് ചോദിച്ചു, എന്നിട്ട് ഒരു തീം പറഞ്ഞു, ഇത് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ റെഡിയാ, ഞാൻ ഇപ്പൊ തന്നെ കാരണം ഞാൻ മറ്റേ ഹൈപ്പർ ആക്റ്റീവ് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹൈപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്നു, അപ്പൊ തന്നെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൈ അടിച്ച്. അപ്പൊ ഞാൻ കൊള്ളാലോ, അപ്പൊ എനിക്ക് പിന്നെയും കയറി. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഒരു സാധനം കൂടി തരാം ചെയ്യോ. അപ്പൊ ഞാൻ അതും ചെയ്തു. ഒരു സാധനം കൂടി തരാം ചെയ്യോ, ഞാൻ അതും ചെയ്തു. പിന്നെ വേറൊരു സാധനം കൂടെ അങ്ങനെ ചെയ്യിപ്പിച്ചു. ഞാൻ നോക്കി ശരിയാവാത്തോണ്ടാണോ ചെയ്യിപ്പിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് പറഞ്ഞു എന്നാ ശരി പൊയ്ക്കോ, വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ പിന്നെ വിളിക്കാൻ വഴി അങ്ങനെ എന്നാ ശരി കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞു. വീണ്ടും ഇവരെയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് സംസാരിച്ച്. അപ്പൊ തന്നെ ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാ സംസാരിച്ചത്. ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും തന്നെ ഹാഷിറും അവരൊക്കെ വന്ന് ബായ് നമുക്ക് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് അത്രയും കൂളായിട്ട് തന്നെ സംസാരിച്ച്. അങ്ങനെ വീട്ടിൽ വന്ന് എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഒരു കോള് വന്നു,
ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. പിറ്റേ ദിവസം എക്സാം ആട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വർക്ക്ഷോപ്പ് ഉണ്ട് വന്നം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് നാളെ എക്സാം ആണ്. അപ്പൊ പറഞ്ഞു അന്ന് കുഴപ്പമില്ല മറ്റന്നാൾ വന്നായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു കുഴപ്പമില്ലെന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ശരിക്കും എന്നെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ലായിരിക്കും, അതും കൊണ്ടായിരിക്കും വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പിന് പോയില്ല ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പിന്റെ ലാസ്റ്റത്തെ ദിവസമാണ് ഞാൻ ചെല്ലുന്നതും. അന്ന് ഏറ്റവും ലാസ്റ്റ് എല്ലാവരെയും ഇങ്ങനെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് ഏറ്റവും ലാസ്റ്റാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് രാജേഷ് ചേട്ടനും രോഹിത് ചേട്ടനും കൂടെ. അന്ന് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ഫസ്റ്റ് എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് തന്നെ കോ ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാരും ആരാധ്യ ഏഞ്ചല്, അതുപോലെ ദേവരാജേട്ടൻ, അവരെല്ലാരും ഉണ്ട്. അവരെല്ലാരും വന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അപ്പൊ ശരിക്കും തോന്നി ഈ ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യണം, അത്രയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് നമ്മൾ ഓരോന്ന് പറഞ്ഞു തരിക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോ ഫസ്റ്റ് കൈയടിച്ച് തുടങ്ങിയത് തന്നെ അവരാണ്. ഒരു കോമ്പറ്റീഷൻ അങ്ങനത്തെ ഒരു മൈൻഡിൽ എടുക്കാതെ ഫസ്റ്റ് കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് തന്നെ അവരാണ്. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലോട്ട് കാസ്റ്റ് ആവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഷൂട്ട് തുടങ്ങി. പിറ്റേ ദിവസം അങ്ങനെ ഷൂട്ട് തുടങ്ങി. ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് എക്സാം എഴുതിയിട്ട് നേരെ ലൊക്കേഷനിലോട്ട് വന്നു. അന്ന് എനിക്ക് ഷൂട്ടില്ല, എനിക്ക് അതിന്റെ പിറ്റേ ദിവസമായിരുന്നു ഷൂട്ട്. എന്നാലും ഞാൻ നേരെ ലൊക്കേഷനിലോട്ട് വന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സവിൻ ചേട്ടനെയൊക്കെ കാണുന്നത്. എനിക്കറിയില്ലായിരുന്നു ആരാ ഡയറക്ടർ എന്നൊന്നും. കാരണം ഞാൻ പെട്ടെന്നല്ലേ ഇതിനകത്തോട്ടേക്ക് വന്നത്. എനിക്ക് ആരും അറിയില്ല, എനിക്ക് ആകെ ഇവര് 4 അറിയുള്ളൂ. പിന്നെ എനിക്ക് അറിയാവുന്ന അശ്വതി ചേച്ചി, നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ, ബിബിൻ ചേട്ടന്റെ വൈഫാണ്. പിന്നെ അച്ചു ചേച്ചിനെയാണ് എനിക്ക് അത്രയും ക്ലോസ് ആയിട്ട് അറിയുന്നത്. ആളായിട്ടുള്ള ഒരു സൗഹൃദം അത് അപ്പോഴും ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. എനിക്ക് ഏറ്റവും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സവിൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഇവരൊക്കെ പലരും ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു കൂടെ ഒരു ഫ്രണ്ട് കൂടെ നമ്മുടെ കൂടെ കുറച്ച് ചെലവഴിക്കുന്ന പോലെ തോന്നിയിരുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ ഒരു കൂൾ ഡയറക്ടർ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെയാ. ഡയറക്ടറാണെന്ന് നമുക്ക് ആരും പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല സെറ്റിൽ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയാ, ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കും. പിന്നെ ഭയങ്കര കൂളാണ്. ഭയങ്കര ഇത്രയും വലിയൊരു സിനിമയാണ് എടുത്തു വച്ചേക്കുന്നത്, അങ്ങനത്തെ ടെൻഷനോ അങ്ങനെ ഒന്നുമില്ല. ആള് ഭയങ്കര കൂളായിട്ട്. ഇപ്പൊ ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് എന്റെ ഫസ്റ്റത്തെ ഷോട്ട് എടുക്കുമ്പോൾ പറഞ്ഞു ഇന്നതാണ് ഷോട്ട്. ഞാൻ ഓഡീഷൻ ചെയ്യിപ്പിച്ച സെയിം സാധനം തന്നെയായിരുന്നു. ഇന്നതാണ് സാധനം, നീ ചെയ്തോളൂല്ലോ പറഞ്ഞു. ചെയ്യാൻ നിന്നു. ചെന്ന് ചെയ്ത് നിൽക്കുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു തരും. അടുത്തോട്ട് വന്ന് പറഞ്ഞു തരും. മൈക്കിക്കോടെ പറഞ്ഞ് നമ്മളെ നെർവസ് ആക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അടുത്ത് വന്ന് സാധനം പറഞ്ഞു തരും. അങ്ങനെ ഭയങ്കര കംഫർട്ടബിളും ആണ്, ഭയങ്കര ഫ്രണ്ട്ലിയുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ഞാൻ മുൻപ് വാഴയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കൂൾ ഡയറക്ടർ ആയിരുന്നു, അതുപോലെ തന്നെ കൂളായിരുന്നു സെറ്റും. അതുപോലെ തന്നെ വൈബാണ് സെറ്റും. സഞ്ജേട്ടൻ മാത്രമല്ല, ഡയറക്ഷൻ ക്രൂ എല്ലാം, രജിച്ചേട്ടൻ, സക്കീറേട്ടൻ, അങ്ങനെ നമ്മുടെ ഡയറക്ഷൻ ക്രൂ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു കൂൾ വൈബ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാഴ 2 ഭയങ്കര കൂളായിട്ട് അല്ലെ വലിയൊരു വിജയത്തിലെത്തി അടിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ വാഴ 2 പറയുന്ന പോലെ തന്നെ മറിമായത്തില് ഞാനിപ്പോ തന്നെ വീഡിയോ കണ്ടപ്പോ തന്നെ അതിലൊരു റിപ്പോർട്ടറുടെ ഒരു വേഷം ചെയ്തിട്ട് നല്ല കോമഡി ആയിരുന്നു. ആ ഇംഗ്ലീഷ് ഡയലോഗ് ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും ഇപ്പൊ പറയാൻ പറ്റുമോ? അവരെന്നെ അന്തം വിട്ട് നിൽക്കണ്ടേ എന്താ ചോദിക്കുന്ന കുട്ടിന്ന്. ഞാനും അത് കഴിഞ്ഞിട്ട് കണ്ടപ്പോ ആലോചിച്ചു ഞാൻ എന്തുട്ടി പറ. അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനത് എന്താ പറഞ്ഞതെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോഴാണ് ഗ്രാമർ മിസ്റ്റേക്ക്. അപ്പൊ ഇങ്ങനെ മറിമായത്തിലോട്ട് വരുന്നത്? മറിമായത്തിലോട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് തട്ടിമുട്ടിയാണ്. അപ്പൊ തട്ടിമുട്ടിയിലോട്ട് എൻ്റെ ഒരു അങ്കിളാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത്. കൊച്ചെന്ന്. അത് ഏത് ക്ലാസ്സിലായിരുന്നു പഠിക്കുമ്പോൾ? അത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അങ്ങനെ മറിമായത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോ മറിമായത്തിന്റെ അസോസിയേറ്റ് ആയിരുന്നു സുഹിൽ ചേട്ടൻ. അത് കഴിഞ്ഞ തട്ടിമുട്ടിയുടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോ സുഹിൽ ചേട്ടൻ എന്നെ ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ കുറച്ചുകൂടെ വലുതായി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഡയറക്ടർ മിഥുൻ ചേട്ടനായിരുന്നു. ഈ മിഥുൻ ചേട്ടൻ തന്നെയാണ് നമ്മുടെ മറിമായത്തിന്റെ ഡയറക്ടർ. അങ്ങനെ മിഥുൻ ചേട്ടൻ അങ്ങനെ ഒരു വഴി മറിമായത്തിലോട്ടേക്ക് എത്തി. സ്നേഹ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അങ്ങനെയാണ് കൂടുതലും ലേഡി ആർട്ടിസ്റ്റുകളൊക്കെ കൂടുതൽ വന്ന സമയമായിരുന്നു. അപ്പൊ ശരിക്കും ഈ മറിമായ എല്ലാവരും പറയാറുണ്ട്, അതായത് മറിമായത്തിൽ നിന്ന് സിനിമയിൽ വന്ന കുറെ ആളുകൾ പറയണ ഞാൻ കേട്ടിട്ടുള്ളത് മറിമായം ശരിക്കും ഏറ്റവും ഗുണം ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അതായത് നമ്മുടെ
ഒരു എന്താ പറയാ ആദ്യം തന്നെ നമ്മുടെ ഒരു അംഗത്തട്ട് ഇത് വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിലായിരുന്നു എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ മറിമായി ശരിക്കും ഗുണം ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, എനിക്ക് ഓഡീഷൻ വന്നപ്പോഴായാലും അതുപോലെ സ്ക്രീൻ ടെസ്റ്റിന്റെ സമയത്തായാലും കിട്ടിയ അപ്രീസിയേഷന്റെ എല്ലാത്തിന്റെയും കാരണം മറിമായം തന്നെയാണ്. കാരണം സട്ടിലായിട്ടുള്ള ആക്ടിങ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മറിമായം. അത് സട്ടില് മാത്രമല്ല, അപ്പൊ അതല്ലാതെ നമുക്കിപ്പോ ചില സ്ഥലങ്ങളിൽ കോമഡി ചെയ്യണമെങ്കിൽ കുറച്ചൊരു ഓവർ സാധനം ചെയ്യേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ നമ്മൾ വളരെ സെറ്റിലായിട്ട് ചെയ്യേണ്ടിയും വരും. അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരും. അതിനകത്ത് നമ്മുടെ ഡയറക്ടർ മിഥുൻ ചേട്ടന് ഭയങ്കരമായിട്ടൊരു പങ്കുണ്ട്. അതുപോലെ മറിമായത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും. അപ്പൊ ഞാനവിടെ ചെല്ലുമ്പോഴായാലും അവരെല്ലാരും മോള് എന്നുള്ള പോലെയാണ്, എല്ലാം പറഞ്ഞു തരും. ഓരോ സീനിലും ആരാണോ കൂടെ നിൽക്കുന്ന അവരെനിക്ക് പറഞ്ഞു തരും, ലക്ഷ്മി ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ തുടക്കം മുതൽ അങ്ങനെ പറഞ്ഞു തന്ന് അങ്ങനെ ആക്കിയെടുത്തതാണ് എന്നെ. ഇപ്പൊ എന്തെങ്കിലും അപ്രീസിയേഷൻ കിട്ടണ്ടെങ്കിൽ അതിന്റെ കാരണം, വലിയൊരു കാരണം മറിമായം തന്നെയാണ്. അതപ്പോ ഇങ്ങനെയാണ് നിങ്ങക്ക് സിറ്റുവേഷൻ പറഞ്ഞു തരികയാണോ, എങ്ങനെയാണ്? അല്ലെങ്കിൽ നോർമലി ഇപ്പൊ മൂവിയിൽ വന്നപ്പോ എന്ത് ഡിഫറൻസ് തോന്നിയത്? ഇപ്പൊ സിറ്റ്കോം എന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ തരുന്നു, അഭിനയിക്കുന്നു. പക്ഷെ സിനിമയിൽ അങ്ങനെ അല്ലല്ലോ. അപ്പൊ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? സിനിമയിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മറിമായം ചെയ്തതിന് ശേഷം? മറിമായത്തില് നമുക്ക് സീൻ ഇങ്ങനെ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും നമ്മുടെ കയ്യില്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റിലെ ഡയലോഗുകൾ തന്നെ ഫോളോ ചെയ്ത് അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ തന്നെ ഇരുന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇംപ്രൈസേഷൻസ് ചെയ്യും. അതുപോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ എപ്പിസോഡും എടുക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, നമുക്ക് കയ്യിൽ നിന്ന് ഇടാനുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ സിനിമയിലും ഗുണം ചെയ്തിട്ടുണ്ട്. സിനിമയിലും നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറിമായം ചെയ്ത് ഇപ്പൊ ഫ്രെയിം ആയാലും ഒക്കെ ആയാലും നമുക്കും അത് ഒരു ധാരണ ഉണ്ടാവില്ല. നമുക്കൊരു ക്യാമറ ഫ്രണ്ട്ലി ആയിരിക്കും അല്ലെ, നമുക്കൊരു പേടിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അല്ല അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ സിനിമയിൽ വരുന്ന സമയത്ത് പ്രോംപ്റ്റിംഗ് ഒക്കെ ആവുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ ഡയലോഗ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ഡിഫറൻറ്റ് ഒക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ അത്രയും വലിയ സീനിൽ അഭിനയിച്ചിട്ടില്ല. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അതിലും ക്യാരക്ടർ അത്യാവശ്യം നമ്മൾക്ക് കുറച്ച് വർഷം മുന്നേ ഇറങ്ങിയ സിനിമയായിരുന്നു. അപ്പൊ ആ സിനിമയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്? ആദ്യമായിട്ട്. ആ സിനിമയ്ക്കും ഒരു വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണ ഒരു മൂവി ആയിരുന്നില്ല. പിന്നെ അതിനുശേഷം ഉപ്പുമുളകിലുണ്ടായിരുന്നു. ഉപ്പുമുളകിലും ശരിക്കും നമ്മൾ വിചാരിക്കുമ്പോ ഇനി ഇത് കേശുവിന്റെ ലവറാണ്, അതായത് കുറെ ആളുകൾ വരുന്നുണ്ട്, ഇനി കേശുവിന് ഇത് ഇത്രയും ലവേഴ്സ് ആണോ, കാമുകിമാർ ഇത്ര ഉണ്ടോന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അതില് അങ്ങനെയല്ല. അതിന്റെ പ്രമോ ഇറങ്ങിക്കഴിഞ്ഞപ്പോ കേശുവിന്റെ ലവറാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണല്ലോ പ്രമോ ഇട്ടേക്കുന്നത്. അതിന്റെ താഴെ മൊത്തം ചീത്ത. എന്നെ എന്തിനാ ചീത്ത വിളിക്കുന്നത്, ഞാൻ എന്ത്? അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ അതിന്റെ താഴെയും ഏറ്റവും കൂടുതൽ വന്നത് മറിമായത്തിലെ കൊച്ചല്ലേ, അങ്ങനെയായിരുന്നു. അതൊരു സന്തോഷമുള്ള കാര്യമാണ് നമുക്ക്. അങ്ങനെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എത്ര സിനിമ ചെയ്തു എന്നുള്ളതല്ല, പക്ഷെ അതിൽ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും കാര്യമല്ല. അതൊരു ഭയങ്കര സ്നേഹവുമാണ് ആൾക്കാർക്ക്. ഇപ്പൊ സിറ്റ്കോം എന്നൊക്കെ പറയുമ്പോൾ ഈ മറിമായാലും ഉപ്പുമുളകൊക്കെ ആയാലും ഫാമിലി ആയിട്ടിരുന്ന് കാണുന്ന അങ്ങനത്തെ പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു ഭയങ്കര സ്നേഹമാണ്. അവരുടെ വീട്ടിലുള്ള ഒരാള് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സ്നേഹം പുറത്തുനിന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അപ്പൊ ഉപ്പുമുളകിലോട്ട് എങ്ങനെയാണ് ഇപ്പൊ വരുന്നത്? ഇപ്പൊ മറിമായത്തിന് ശേഷം തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഉപ്പുമുളകില് എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ തന്നെ എന്നെ ഇതിന്റെ മറിമായത്തിന്റെ അസോസിയേറ്റ് ആയിരുന്ന സുഹിൽ ചേട്ടനാണ് ഇപ്പൊ ഉപ്പുമുളകും ഡയറക്ട് ചെയ്യുന്നത്. അങ്ങനെ സുഹിൽ ചേട്ടനാണ് എന്നെ ഉപ്പുമുളകിലോട്ട് വിളിക്കുന്നത്. അതെ. അപ്പൊ കൊറേ തരത്തിലുള്ള അല്ലെ, പല പല തരത്തിലുള്ള കഴിഞ്ഞിട്ടാണ് സിനിമയിൽ എത്തിയിരിക്കുന്നത്. ശരിക്കും അതൊക്കെ ശരിക്കും നല്ല ഗുണം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് സിനിമയിൽ അത് കാണുന്നുണ്ട്. സിനിമയിലെ അഭിനയ ശൈലി നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ആ പാട്ടിലുണ്ടല്ലോ, അതിലിങ്ങനെ കരഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ സീനൊക്കെ അഭിനയിക്കുന്ന ഒരു സമയം ഒന്ന് പറയാൻ പറ്റുമോ? നല്ല രസമായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഓഡിഷനും ഒക്കെ ചെയ്ത സെയിം സാധനം തന്നെയായിരുന്നു പടത്തിലും ആ സീൻ. അപ്പൊ അത് നല്ല സമയം എടുത്ത് തന്നെ ഷൂട്ട് ചെയ്ത ഒരു സീനാണ്. അത് ഇമ്പോർട്ടന്റ് സീൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സമയം എടുത്ത് ചെയ്തതാണ്. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് കരച്ചിലായിരുന്നു. കരഞ്ഞ് എന്റെ മുഖം തന്നെ അങ്ങനെ ഉണ്ടായിരുന്ന. എന്നുവെച്ചാൽ കൊറേ സമയം എടുത്താണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നും പിന്നെ അത് കഴിഞ്ഞ് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന സീന്, അങ്ങനെ കുറെ സീൻസ്. അപ്പൊ കൊറേ 2-3 ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണുനീര് തീർന്നു പോയി. ടോട്ടലി എത്ര ഒന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ ടോട്ടലി എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടോ? കുറെ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. കരച്ചിലോളി. അതെ. അല്ല ശരിക്കും പറഞ്ഞുണ്ടല്ലോ, കരയാന്ന് പറഞ്ഞാൽ നമുക്ക് അതിപ്പോ ശരിക്കും നമ്മൾ പറയും, ചില ഈ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, വർക്ക്ഷോപ്പിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്,
ഇമോഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പൊ ആ സമയത്ത് നാച്ചുറൽ ആയിട്ട് നമുക്ക് കരച്ചിൽ വരുന്ന പോലെ. അപ്പൊ ഈ കരയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടായിരുന്നോ? ടിപ്സ് പറയാൻ പറ്റുമോ പ്രേക്ഷകരോട്? ഞാൻ കരയാൻ വേണ്ടിട്ട് അങ്ങനെ ടിപ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. എനിക്ക് അങ്ങനെ യൂസ് ചെയ്താലും വർക്ക് ആവുകയുമില്ല. ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ കേട്ട് കഴിയുമ്പോ നമുക്ക് മനസ്സിലൊരു ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു ആളാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മൾ ചിന്തിക്കുമായിരിക്കുമല്ലോ. അങ്ങനെ ചിന്തിക്കും, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ നിക്കുന്നത്, ഇതെന്തൊരു വലിയൊരു അവസ്ഥയാണ് എന്ന് ചിന്തിക്കുമ്പോ തന്നെ എനിക്ക് കരച്ചിൽ വരും. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. എനിക്ക് ആരുടെങ്കിലും സങ്കട കഥ കേട്ടാലും കരച്ചിൽ വരും. അപ്പൊ പിന്നെ എളുപ്പമായിരിക്കും. അല്ല ശരിക്കും ഡയലോഗ് പറയുന്ന പോലെ അല്ലല്ലോ, നമ്മൾ ഇമോഷണൽ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും. അപ്പൊ കരയാൻ എളുപ്പമായിരുന്നു അല്ലേ? ഞാൻ മറിമായത്തിലും ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നതും ഇതുപോലെ കരയണ ഒരു എപ്പിസോഡായിരുന്നു മറിമായത്തില്. അതിനെനിക്ക് പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നു, ഇത് തന്നെ കരച്ചിൽ തന്നെയായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ ഈ എല്ലാവർക്കും എന്താ പറയാ, സിനിമയിൽ അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ ചെറുപ്പത്തിലോട്ട്? എങ്ങനെയാണ് ഇതിൽ ഈ ഒരു മേഖലയ്ക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ തന്നെ ഡാൻസ് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയിട്ടുണ്ട് തീരെ കുഞ്ഞായിരുന്ന സമയത്ത്. അപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാ. അപ്പൊ എല്ലാത്തിനും പോയി പങ്കെടുക്കും. എനിക്ക് പാട്ട് പാടാനൊന്നും അറിഞ്ഞൂടാട്ടോ, ഒട്ടും അറിഞ്ഞൂടാ എനിക്ക് പാട്ട് പാടാൻ. പക്ഷെ ഞാൻ സംഘഗാനത്തിനൊക്കെ സൈഡിൽ പോയിട്ട് അഭിനയിക്കും, പാടുന്ന പോലെ ഇങ്ങനെയൊക്കെ അഭിനയിക്കും. അതിന് ഫസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് സംഘഗാനത്തിന്, എന്നുവെച്ചാൽ സ്കൂൾ കലോത്സവത്തിന്. അങ്ങനെയൊക്കെ അറിയാവുന്നവര് പാടും. പിന്നെ നാടൻ പാട്ടിനൊക്കെ പോയിട്ട് ഭയങ്കര ആക്ഷനൊക്കെ ഇടും. എങ്ങനെ സെലക്ഷൻ കിട്ടുന്നത്? സെലക്ഷൻ പാടി നോക്കിട്ടല്ലേ? സെലക്ഷൻ ഒന്നും വേണ്ട, ഞാനാണ് ഗ്രൂപ്പിന്റെ ലീഡർ. അപ്പൊ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു. ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് കുഴപ്പമില്ല, ഗ്രൂപ്പ് ലീഡർ ആയതുകൊണ്ട് നാടൻ പാട്ടിന് എണ്ണം കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ കയറും, എല്ലാത്തിനും ഞാൻ കയറും. എനിക്ക് പാടറിയില്ല, പക്ഷെ ഇങ്ങനെ കയറുമായിരുന്നു. എല്ലാ കോമ്പറ്റീഷനും പങ്കെടുക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് UP സെക്ഷനിൽ നാടകത്തിന് പോവാം അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ സാറ് ക്ലാസ്സിൽ കൊണ്ടുവന്ന നാടകത്തിന് പോകാൻ താല്പര്യമുള്ളതൊക്കെ എനിക്ക് സ്വാഭാവികം ഞാൻ എനിക്കറിയാൻ കൂടിയില്ല നാടകം എങ്ങനെ ബാല കണ്ടിട്ടുണ്ട് അമ്പലത്തിലൊക്കെ, അല്ലാണ്ട് എനിക്കറിയൊന്നുമില്ല. ഞാൻ എണീച്ചെന്നു, അവിടെ ചെന്നു, അഭിനയിച്ച് കാണിച്ചു, എടുത്തു, നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ എല്ലാരും അഭിനയം കൊള്ളാതൊക്കെ പറഞ്ഞു. നമ്മള് കൊള്ളാല പരിപാടി. അങ്ങനെയാണ് പിന്നെ തട്ടിമുട്ടിയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാ. ഈ മറ്റേ വടക്കൻ സെൽഫിയിലെ അജി വർഗീസ് ഇല്ലേ, അതേപോലെയാണ് എന്റെ ഫ്രണ്ട്സ്. കുഴപ്പമില്ല, നീ മാസാടാ, നീ മരണമാസാടാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ ലാസ്റ്റ് പറയാം, നീയൊക്കെ കൂടെ പറഞ്ഞാണ് എന്നെ ഇങ്ങനെ ആക്കി. അല്ല, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ വരെ എത്തിയില്ലേ? അതെ അതെ അതെ, അവരൊക്കെ വേണമെങ്കിൽ ഒരു നന്ദി പറയാം ഫ്രണ്ട്സിനൊക്കെ. നന്ദിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതെ, എന്നാലും എന്റെ ഫ്രണ്ട്സിനൊക്കെ നന്ദി. അതെ, സുഹൃത്തുക്കൾ ഇതൊക്കെ ഇന്റർവ്യൂ കണ്ടിട്ട് അല്ലേ. അപ്പൊ പാട്ട് പാടാൻ പറ്റുമോ? ഒരു പാട്ട് പാടാം. സംഘഗാനം ഒറ്റയ്ക്ക് പാടിയെന്നല്ലേ പറഞ്ഞത്? പാടില്ലല്ലോ. ഇല്ല, അവിടെ നിന്ന് പാടാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എക്സ്പ്രഷൻ അങ്ങനെ അന്ന് ഞാൻ പാടണ്ട, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചെറിയൊരു റാപ്പിഡ് ഫയർ വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, ചോദിച്ചാലോ? ഓക്കെ, എനിക്കിഷ്ടം റാപ്പിഡ് ഫയർ. ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പൊ റാപ്പിഡ് ഫയർ എന്നോ ചോദ്യം ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണല്ലോ. എന്തായാലും വാഴ 2 എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടം തന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ ആ ഓർമ്മകൾ പുതുക്കുന്ന കുറച്ച് ചോദ്യങ്ങളാന്ന് വിചാരിക്കാം നമുക്ക്. ഓക്കെ, അമ്മ ടീച്ചറായിരുന്നു, ചിലപ്പോ ഇതൊന്നും ചിലപ്പോ നടക്കണം എന്നൊന്നുമില്ല, എന്നാലും ഉണ്ടായി പറഞ്ഞോ അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യ ചോദ്യം. സ്കൂളിൽ പഠിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഇമ്പോസിഷൻ എഴുതി വാങ്ങിയിട്ടുള്ളത് ഏത് കാര്യത്തിനാണ്? എഴുതി വാങ്ങിയിട്ടുള്ളത്, അതായത് എഴുതിയിട്ടുണ്ടാവുമല്ലോ ഏതെങ്കിലും കാര്യത്തിന്. അതായത് ഇമ്പോസിഷൻ എഴുതി വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ നമ്മള് ഓടിക്കളിച്ചതിന് ചിലപ്പോ ഇമ്പോസിഷൻ എഴുതാൻ പറയും. അതാണ് ഉദ്ദേശിച്ചത് ഞാൻ. അപ്പൊ എന്തായിരിക്കും ഓർമ്മയിൽ ഉണ്ടാവുന്നത്? അങ്ങനെ ഞാൻ അങ്ങനത്തെ ഇമ്പോസിഷൻ വാങ്ങിച്ചിട്ടില്ല. അല്ലാതെ ഈ ആൻസർ പറയാത്തതിനൊക്കെ ഇമ്പോസിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അമ്മ ടീച്ചർ ആയതുകൊണ്ടേ എന്റെ അടുത്ത് ഇങ്ങനെ പാടുള്ള ക്വസ്റ്റ്യനൊക്കെ നോക്കിയൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം പ്രൈസൽ വെർബ് ക്ലാസ്സിൽ എല്ലാവരോടും ചോദിച്ചു. അപ്പൊ ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കാ, ചോദിക്കും, ഉത്തരം കിട്ടില്ല, അടിക്കും, പറഞ്ഞിടും. ഞാൻ എത്തിക്കഴിഞ്ഞപ്പോ കറക്റ്റ് പേജൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് പേജിന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയില്ല സാർ. അപ്പൊ അതായിരിക്കും ഓർമ്മ. അടുത്തത്, ഇത് ഈ സിനിമയുടെ ക്യാരക്ടറുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്ന ചോദ്യം. സ്കൂളിൽ പഠിക്കുമ്പോ ഫോൺ ഉപയോഗിച്ചതിന് പിടിക്കപ്പെട്ടിട്ടുണ്ടോ?
ഇല്ലില്ല, എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. അത്രയും വർഷം മുന്നായിരിക്കും ഫോൺ ഞാൻ ഉണ്ടായിരുന്നില്ല. പഠിച്ചത് അത്ര വർഷം മുമ്പായിരുന്നു, എനിക്ക് അത്ര പ്രായം. ഫോൺ ഉണ്ടായിരുന്നില്ല. അല്ല, എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കഥ വല്ല ഓർമ്മ ഉണ്ടാ? ഫോൺ പിടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? കൊണ്ടുവന്നിട്ട് പിടിച്ചത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. ഫോൺ ഞാനൊരു +2 ഒക്കെ ആയപ്പോഴാണ് ഫോൺ വാങ്ങി. +2 കഥയിലും പറയാൻ കുഴപ്പമില്ല. +2 കഥയാണല്ലോ സിനിമയിൽ പറയുന്നത്. +2 കോമഡി ഉണ്ട്. ഞാൻ +2 പഠിക്കുമ്പോ കൊറോണ ആയിരുന്നു. അപ്പൊ പിന്നെ ഫോൺ പിടിക്കാൻ പറ്റൂലല്ലോ. പിടിച്ചാലും ഓൺലൈൻ ക്ലാസ്. നല്ല കുട്ടിയാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലേണ്ടി പറയാമെന്ന് ഉദ്ദേശിച്ചത്. ആൻസർ അല്ലെങ്കിൽ ഒന്നിനും ആൻസർ ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത്. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഡെസ്കിനടിയിൽ കൈവച്ച് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ ആൻസർ എഴുതിയിട്ടുണ്ട്. ഏത് ടീച്ചറാന്ന് അറിയോ? എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഡെസ്കിന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അമ്മയുടെ അല്ല, വേറെ പീരീഡിലത്തെ അല്ല, ഞാൻ ചോദിച്ചത് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോന്ന്. ഫുഡ് ഡെസ്കിന്റെ അടി വെച്ചില്ല. അല്ല, ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന്റെ കാര്യം ചോദിച്ചു. ലക്ഷ്മി പറഞ്ഞത് എന്താ, എഴുതിയിട്ടുണ്ടോന്ന് അങ്ങനെ അതെന്തായിരുന്നു? അമ്മ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വേറൊരു ടീച്ചറുടെ ഹോംവർക്ക് ഉണ്ടായിരുന്നു എഴുതാനായിട്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്താണ്, മലയാള മാസങ്ങൾ എഴുതാൻ പറഞ്ഞിരുന്നു. കർക്കിടകത്തിന്റെ കമ്മും കൂടി എഴുതാണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ താഴെ കം സെറ്റ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ അമ്മ പിന്നെ അമ്മ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ച്, ലക്ഷ്മി ഒന്ന് വന്നേ. ഞാൻ എന്താ ടീച്ചർ? അവിടെ അമ്മ പറഞ്ഞ്, ഇമാതിരി കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് മേലാല് ചെയ്യരുത്. അന്നത്തോടു കൂടി നിർത്തി. അമ്മ ആ സമയത്ത് ടീച്ചർ അമ്മയൊന്നുമില്ല, ടീച്ചർ പോലെ തന്നെ നിൽക്കുള്ളൂ. ഇപ്പോഴും അങ്ങനെ. അല്ല, ശരിക്കും ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മെമ്മറി ആണ് അല്ലേ? അതൊക്കെ ഒരു രസമാണ് ശരിക്കും പറഞ്ഞ ആ ഒരു കാലഘട്ടം. അടുത്തത്, ഹോംവർക്ക് ചെയ്യാത്തതിന് പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നുണ എന്തായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുള്ള വീട്ടില് ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് നുണ പറഞ്ഞു. അയ്യോ, ഇതൊരു സെന്റി കഥയാട്ടോ. എന്താ പറയാ? അത് ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ അമ്മയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ടീച്ചർ ഞാൻ പറഞ്ഞ് വിശ്വസിച്ചു, എന്നെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചറും അമ്മയും തിരിച്ചൊരുമിച്ചാണ് വീട്ടിലേക്ക് പോണേ. വീട്ടിലേക്ക് പോണ വഴി ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ലക്ഷ്മി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് വേഗം എഴുതാണ്. കറക്റ്റ് അമ്മ ഇങ്ങനെ ഡോർ തുറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ തന്നെ ടീച്ചറെ വിളിച്ച് പറയണം ഞാൻ കള്ളം പറഞ്ഞാണ്, സോറി, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. എന്നിട്ട് ഞാൻ അന്ന് ഭയങ്കര മഴയാ, കോരി ചൊരിഞ്ഞിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കാം. ടീച്ചറെ വിളിച്ച, ടീച്ചർ എന്നോട് ക്ഷമിക്കണം, ആപ്പൊക്കെ പറയിപ്പിക്കായിരുന്നു അമ്മ എന്നെ കൊണ്ട്. അയ്യോ, ഇതൊക്കെ പുറത്ത് അമ്മക്ക് ഇന്റർവ്യൂ വരുമ്പോ കാണുമ്പോ ആലോചിക്കണ്ടാവോ, പാവം എന്നെ ഇത്രയും റെഡിയാക്കി ഇങ്ങോട്ട് വിട്ടത് അമ്മയാട്ടോ. എനിക്കിട്ട് പണിയാനാണ് ഇന്റർവ്യൂവിന് പോയതൊന്നും ശരിക്കും. അയ്യോ, നല്ല കോമഡി ആയിരുന്നു. അടുത്തത്, അതായത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് മുങ്ങാൻ വേണ്ടിട്ട് കുറെ നുണകൾ പറയും. ചിലപ്പോ ചിലർ പറയും ബാത്റൂമിൽ പോകണമെന്ന് പറയും, വെറുതെ പറയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്ലാസ്സിന് എന്തെങ്കിലും മുങ്ങാൻ വേണ്ടിട്ട്? കോളേജ് ആവാട്ടോ, ഇനിയിപ്പോ +2 അല്ലെങ്കിലും +2 കോളേജോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? കോളേജിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചറോട്? പ്രിന്റ് എടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്, പഠിക്കണം വെച്ചാന്ന് വിചാരിച്ചോട്ടെ, മിസ് പ്രിന്റ് എടുക്കാനുണ്ട് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ച കോളേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഫ്രീഡം ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ്. ശങ്കര കോളേജിലാണ് പഠിച്ചത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് അവിടെ പിന്നെ ക്ലാസ് കട്ടിയാൽ ഒരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ടീച്ചറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും റീസൺ പറയും, എടുക്കാൻ വേണ്ടി പോയതാണ്. അത്യാവശ്യം കത്തിന് പോയത് ഉണ്ടല്ലേ അങ്ങനെ. അടുത്തത്, പരീക്ഷാ ഹാളിൽ വെച്ച് ആരുടെങ്കിലും പേപ്പറിൽ നോക്കി എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പിടിക്കപ്പെട്ടപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടാവില്ല, എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ കൂട്ടുകാരന്റെ സ്റ്റോറി പറഞ്ഞാലും കുഴപ്പമില്ല. കഴിയാത്ത സ്ഥിതിക്ക് എനിക്കിത് പറയാം, എന്നാലും ഞാൻ പറയാം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തില്ലേ, എന്റെ മാത്സ് ആണല്ലോ സബ്ജക്ട്. അപ്പൊ നമുക്ക് ഈ ക്ലാസ് ടേബിള് എക്സാം ഹാളിൽ കയറ്റാം. അപ്പൊ ക്ലാസ് ടേബിളിന്റെ അകത്ത് ആൻസർ ചെയ്തിരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കോപ്പി ഒന്നും അടിക്കില്ലായിരുന്നു. അമ്മ ഇങ്ങനെ ചെറുപ്പത്തിൽ ക്ഷമ പഠിപ്പിച്ച് അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് ഞാൻ കോപ്പി അടിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഡിഗ്രിക്കൊക്കെ ആയി കഴിഞ്ഞപ്പോ സഹികെട്ട് കോപ്പി അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് ടേബിളിന്റെ അകത്ത് ആൻസർ എഴുതിയിട്ട് എക്സാം ഹാളിൽ കയറി. അപ്പൊ എന്റെ റോൾ നമ്പർ 29. അപ്പൊ ഞാൻ ഇങ്ങനെ കറങ്ങി ഫ്രണ്ടിൽ വരും, ഏറ്റവും ഫ്രണ്ടില്. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് ടേബിളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് എന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് മിസ് പറഞ്ഞ്, ക്ലാസ് ടേബിളിൽ നോക്കി എഴുതലാണ് ഇവിടെ.
ദൈവമേ എന്നെ പിടിച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോ മിസ് ബാക്കിലോട്ട് നോക്കിയാണ് പറയുന്നത്. ബാക്കിൽ 2 പിള്ളേരെ പിടിച്ച് എന്റെ ഫ്രണ്ട് പക്ഷെ എന്നെ പിടിച്ചിട്ടില്ല, എന്നെ പിടിച്ചില്ല ശരിക്കും. എന്നിട്ട് ബാക്കിലെ പിള്ളേരാണ് പറഞ്ഞത് ആ ക്ലാസ് ടേബിൾ ഇങ്ങോട്ട് താന്ന് പറഞ്ഞ അവരെ ക്ലാസ് ടേബിൾ ഒക്കെ മേടിച്ചു വെച്ച് അത് എന്റെ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ടീച്ചർ ഇവിടെ നിന്നാണ് പറയുന്നത്. ഞാൻ ശരിക്കും ടെൻഷനായി പക്ഷെ എന്നെ പിടിച്ചില്ല. എല്ലാം ദൈവത്തിന്റെ എല്ലാവർക്കും ഇതേപോലെ. അടുത്തത്, അതായത് പണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴേ ചിലപ്പോ നമുക്ക് വല്ല 0 മാർക്കൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ അടുത്ത് നമ്മൾ ഒന്നൊക്കെ തിരുത്തിയൊക്കെ എഴുതൂല. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ വല്ല തിരുത്തി എഴുതിയിട്ടുണ്ടോ മാർക്ക് ലിസ്റ്റിൽ? അങ്ങനെ ഇല്ല, മാർക്ക് തിരുത്തി എഴുതിയിട്ടില്ല. ഫുൾ മാർക്ക് ആയിരിക്കില്ല. ഞാൻ ജസ്റ്റ് പാസ് ഒക്കെ ആയിരുന്നു മാത്സിലൊക്കെ ആദ്യം. അല്ല, ഈ 3 8 ഒക്കെ എഴുതും. അങ്ങനെ എഴുതിയിട്ടില്ല. ഇല്ല, അങ്ങനെ നല്ല ഇഷ്ടം പോലെ കുറവൊക്കെ കിട്ടി. നല്ല അങ്ങനെ കുറെ ഇതീ പറഞ്ഞ പോലെ തന്നെ 3 8 ആക്കുക, 0 അടുത്ത് 1 അടുത്തത് ബുദ്ധി ഉണ്ടായിരുന്നില്ല. പരീക്ഷ പേപ്പറിൽ ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കമന്റ്, അതായത് നമ്മളിപ്പോ മാർക്ക് കിട്ടുന്ന സമയത്ത് ചില കുട്ടികൾ ചില ടീച്ചേഴ്സ് ഇങ്ങനെ എഴുതി വെക്കും ചിലതൊക്കെ, കുറച്ചുകൂടി നന്നായി പഠിക്കണട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും ടീച്ചർ എഴുതി കിട്ടിയിട്ടുണ്ട്? ഞാൻ ഈ മലയാളം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ എഴുതും മലയാളം പരീക്ഷയ്ക്ക്, തുരിങ്ങനെ എഴുതും. എഴുതി കൂട്ടിക്കെട്ടിയപ്പോ തിരിഞ്ഞുപോയി. അപ്പൊ ടീച്ചർ എന്റെ സ്വഭാവം കൂടി വെച്ചിട്ട് സൈഡിൽ എഴുതി വെച്ചു, എല്ലാം തലതിരിഞ്ഞാണല്ലോ അങ്ങനെ എഴുതി വെച്ചു. അതൊന്നും എനിക്ക് ഓർമ്മ. പിന്നെ ഞാൻ ഇപ്പൊ പരീക്ഷ എഴുതാൻ കെട്ടുമ്പോ ശ്രദ്ധിക്കും. ടീച്ചർ എഴുതിയ ഓർമ്മ അല്ലെ, ടീച്ചർ അങ്ങനെ എഴുതി തന്നെ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു കിട്ടിയിരുന്നു. ഇത് നല്ലതായിട്ടുണ്ട്. പിന്നെ അടുത്തത്, സ്കൂളിൽ പഠിക്കുമ്പോൾ ആർക്കെങ്കിലും വേണ്ടി പ്രേമലേഖനം എഴുതി കൊടുത്തിട്ടുണ്ടോ? അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ദൂതൊക്കെ ആയിട്ട് പോകുന്നു പറയല്ലോ പണ്ട്, കുറെ ഹംസായിട്ടൊക്കെ പോയിട്ട് എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പ്രേമലേഖനം ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് പറയൂല. ആരെങ്കിലും ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ എന്റെ അടുത്ത് പറയൂല. എന്നാലും ഫ്രണ്ട്സിന് വേണ്ടിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടോ അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല? ഇവര് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ. അതായിരിക്കും. എന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ്, എന്റെ അടുത്ത് ഒരു ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടം, അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, എടി നിന്റെ കൂട്ടുകാരിയില്ലേ അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടി, അങ്ങനെ പറഞ്ഞു. സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞത്. ഞാനപ്പോ ഇവന്റെ അടുത്ത് പറഞ്ഞു ആണല്ലേ. എന്നിട്ട് ഞാൻ ഇവളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എടി ഇവനിങ്ങനെ പറഞ്ഞു, പക്ഷെ അവൻ ആള് ശരിയല്ല. അല്ല, എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞാൻ ഇതേപോലെ എന്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, ആ കുട്ടിയോട് എനിക്കൊന്നും ഇഷ്ടമെന്ന് പറയണോ പറഞ്ഞിട്ട് എന്നോട് പോയി പറയാൻ പറഞ്ഞു. പോയി പറഞ്ഞപ്പോ ആ കുട്ടി നേരെ പോയിട്ട് ടീച്ചറോട് എന്താ പറഞ്ഞു പറയും, ഈ ചെക്കൻ ശല്യം ചെയ്യുന്നല്ല, ആ ചേച്ചി വന്നിട്ടുണ്ടല്ലോ പറഞ്ഞു. ആ ടീച്ചറിന്ന് എനിക്കാണ് അടി കിട്ടിയത്. അതുകൊണ്ട് അന്ന് നിർത്തിയതാണ് ദൂത പോണ പരിപാടി. ഞാൻ അങ്ങനെ നല്ല ദൂതല്ല, ഞാൻ മോശം ദൂത. അതിന്റെ ഒക്കെ പ്രാക്കൊണ്ടായിരിക്കും ഇപ്പോഴും ബോയ് ഫ്രണ്ട് ഇല്ലാതെ ഇങ്ങനെ ചെയ്യും. അതെ. സ്കൂൾ കാലഘട്ടത്തില് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടോ? അതായത് അമ്മ ടീച്ചർ ആയതുകൊണ്ട് ചിലപ്പോ അങ്ങനെ ഇല്ലാന്ന് നേരത്തെ പറഞ്ഞു. എന്നാലും സ്കൂളിൽ തോന്നിട്ടില്ല, കോളേജിൽ തോന്നിയിട്ടുണ്ട് അല്ലേ? അതെ, ആ ക്രഷ് തോന്നിയ ആളവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അറിയാന്ന് എനിക്ക് തോന്നുന്നു. അതെ, എന്റെ അനിയത്തി തന്നെ എപ്പോഴും കളിയാക്കുകയും ചെയ്യും. അതങ്ങനെ അന്ന് തോന്നി, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അന്ന് അങ്ങനെ തോന്നി. അതെ, അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലത്തെ ഒരു രസകരമായിട്ടുള്ള ഓർമ്മ തന്നെ പറയാം അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങൾ. ചമ്മലാണ് എന്നോട് കൂടുതൽ ഇല്ല, അതവിടെ നിർത്തി. ഞാൻ പറഞ്ഞിട്ടില്ല, അതാ ഫ്രണ്ട്സിനൊക്കെ അറിയാം ആർക്കെ ക്രഷ് തോന്നത്തല്ലേ. അടുത്തത്, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോ ആരുടെയും തലയ്ക്ക് മുന്നിൽ കൊമ്പ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും ഗ്രൂപ്പ് ഫോട്ടോ കാണുമ്പോഴേ ഓരോരുത്തരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാരും മര്യാദക്കൊന്നുമില്ല നിൽക്കും, അതായത് ഇങ്ങനെ നിൽക്കും അങ്ങനെ നിൽക്കും, ഓരോ ഗോഷ്ടി കാണിച്ചിട്ടായിരിക്കും നിൽക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, സ്വന്തം ഞാൻ മറ്റേ ഇങ്ങനെ ഞാൻ തന്നെ മറ്റുള്ളവരും ഞാൻ നന്നായിരിക്കണം. അടുത്തത്, അതായത് ഇപ്പൊ ഒരു ക്ലാസ് പീരീഡ് തുടങ്ങുന്നതിന് മുൻപേ എന്തെങ്കിലുമൊക്കെ ടീച്ചർ വരുന്ന സമയത്ത് ഈ ചോക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുസൃതിയൊക്കെ കാണിക്കുമല്ലോ, അങ്ങനെ ചോക്ക് ഒളിപ്പിച്ച് വെക്കുക, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് ചെയ്യുമായിരുന്നു. ഞാൻ കൈ കഴുകാൻ പോയി വരുമ്പോഴത്തേക്കും എന്റെ ചോറും പാത്രം എടുത്ത് അലമാരിൽ പൂട്ടി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവരെന്തിനാ ചെയ്തതെന്ന്. വെറുതെ എടുത്ത് പൂട്ടി വെക്കും, എന്നിട്ട് ബെല്ലടിക്ക് 5 മിനിറ്റോളം എനിക്ക് എടുത്ത് തരും അവസാനം. ലക്ഷ്മി അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ നല്ല കുട്ടിയായിരുന്നു. അങ്ങനെ കണ്ടിട്ട് മനസ്സിലായില്ല. പിള്ളേരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആര് കമന്റ് ഇട്ട? അല്ല, ഇതിൽ കമന്റ് മിക്കവാറും വരും, ഇവളങ്ങനെ അങ്ങനെ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. ആൻസർ ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. സാറ് ക്വസ്റ്റ്യൻസ് ഒക്കെ ബോർഡിൽ എഴുതാൻ പറയുമ്പോ ഞാൻ ടെസ്റ്റ് പേപ്പറിനൊക്കെ ക്വസ്റ്റ്യൻ എഴുതിട്ട് തിരിഞ്ഞിട്ട് ആൻസർ ഞാൻ നോക്കി ആൻസറും പറഞ്ഞു കൊടുക്കും. പിന്നെ
ചില പണ്ടുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, ചിലപ്പോൾ നമ്മളെല്ലാം എഴുതിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പറയും ഓ ഭയങ്കര ടഫ് ആയിരുന്നല്ലോ എന്ന് പറയും. പക്ഷെ എന്താ പറയാ, ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെയല്ലേ പറയാ, എല്ലാം എഴുതി വെച്ചിട്ടെന്നാണോ പറയും നമ്മള് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പിന്നെ friends ഒക്കെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞു. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പറയേ ഒന്നും എഴുതിയിട്ടില്ലടി, മാർക്ക് ഒരു ഫുൾ മാർക്ക്, എന്നിട്ട് നല്ല മാർക്കും കിട്ടും. എന്നാ ഉള്ളത് പറഞ്ഞാ പോരെ അല്ലേ. അടുത്തത് ഇപ്പൊ നമ്മള് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട്, അതായത് നമ്മൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ ഭയങ്കര മടി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോണ പറയില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വയറുവേദനയാണെന്നോ തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടംപോലെ പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? തലവേദന, വയറുവേദന, അമ്മ വയ്യമ്മേ തല ഇറങ്ങിട്ട് അങ്ങനെ അമ്മ പറയപ്പ എന്തായാലും റാപ്പിഡ് ഫയർ അടിപൊളിയായിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ എല്ലാവർക്കും ഹാമ്പർ ഉണ്ടോ? ഹാമ്പർ ഇല്ല, എന്തായാലും 100 ക്ലബിലൊക്കെ വന്നിരിക്കല്ലേ, അതെന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു അവസരത്തിലുണ്ടല്ലോ, അതായത് ഇപ്പം വാഴ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര ഒരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എത്രത്തോളം എവിടെ വരെ എത്തുന്നതാണ്, എങ്ങനെയാണ് ഒരു പ്രതീക്ഷ ശരിക്കും പറഞ്ഞ? വാഴനെ കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി സീരിയസ് ആയിട്ടുള്ള കാര്യം സീരിയസ് ആയിട്ട് പറയട്ടോ. ഇപ്പൊ നമ്മുടെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എല്ലാവരും മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂട്ടായ്മയും ഒരു നന്മ, ആ ടൈം നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര നന്മയുള്ള ഒരുപാട് പേര് ക്രൂ ആയിട്ടും കാസ്റ്റ് ആയിട്ടും ഉള്ളൊരു സിനിമയാണ് വാഴ 2 എന്ന് പറയുന്നത്. അപ്പൊ വാഴ 2ന്റെ സക്സസ് എന്ന് പറയുന്നതും അതിന്റെ ഒരു മെയിൻ റീസൺ തന്നെ അതാണ്. ആ നന്മയാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെപ്പോഴും പറയില്ലേ, നന്മ എപ്പോഴും വിജയിക്കും. അതെ, ആ ഒരു വിജയം തന്നെയാണ് ഇപ്പൊ കിട്ടിയൊരു വിജയം. ഇനിയും ആൾക്കാർ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാഴ തൂക്കി എന്ന് വേണേ പറയാം. നമ്മെ തൂക്കിച്ച് വന്ന കാര്യങ്ങളോട് എന്ന് പറയുന്ന പോലെ തന്നെ വാഴ തൂക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് നല്ല നല്ല സിനിമകളിലെ അവസരങ്ങൾ ലഭിക്കട്ടെ. നമുക്ക് ഇതുപോലെ ഇന്റർവ്യൂ ഇനിയും അടുത്ത സിനിമയിലൊക്കെ ആയിട്ട് ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നീ ഭയങ്കര വലിയൊരു പെർഫോമൻസ് തന്നെയായിരുന്നു സിനിമയിൽ കാഴ്ചവെച്ചത്. അപ്പൊ ഇനിയും നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ. വളരെയധികം നന്ദി. താങ്ക് യു.